2008 മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു. പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒന്ന്, ഇപ്പോൾ ഈ റാണ ഇന്ത്യയിൽ വരുമ്പോൾ ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ അസ്വസ്ഥജനകമായ ചില പ്രസ്താവനകൾ നടത്തുന്നു. വിചാരണയിൽ സുതാര്യത ഉറപ്പുവരുത്തണം, സത്യസന്ധത ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അന്ന് ഈ റാണ ഈ അറ്റാക്ക് നടക്കുമ്പോൾ, റാണയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ ആസൂത്രണം നടന്നത്. ഈ അറ്റാക്ക് നടക്കുമ്പോൾ അതിന് മുമ്പ് ഈ റാണ ഇന്ത്യയിൽ വന്നു പോയിരുന്നു, നിരവധി നഗരങ്ങൾ സന്ദർശിച്ചു. അന്ന് ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിരുന്നോ? ഇതിനുള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിരുന്നോ? മൂന്നാമത്തെ ചോദ്യം, ഹിന്ദു ഭീകരത ആരോപിച്ച് RSSനെ നിരോധിക്കാനുള്ളൊരു നീക്കം അന്ന് ഇതിൻ്റെ മറവിൽ നടന്നതായി പറയപ്പെടുന്നു. ഈ 3 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുമോ ഈ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിലൂടെ? മുംബൈ ഭീകരാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ രാഷ്ട്രമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. പക്ഷേ ഇതിനിടയ്ക്ക് അസ്വസ്ഥജനകമായ ചില പ്രസ്താവനകൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അത് മുൻപ് NCPയുടെ നേതാവും ശരത് പവാറിൻ്റെ വലങ്കയുമായിരുന്ന മജീദ് മേമൻ മുംബൈ ഹൈക്കോടതിയിലൊരു അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അതായത് അജ്മൽ കസബിന് ലഭിച്ചതുപോലെ ഒരു ഫെയർ ട്രയൽ തഹാവൂർ റാണയ്ക്കും ലഭിക്കണം എന്ന്. അതിനുശേഷം പ്രതിപക്ഷത്തു നിന്ന് മറ്റൊരു നേതാവ് ഇതേ ആവശ്യം ഉന്നയിച്ച അശോക് ചവാനാണ്. രണ്ടുപേരും മഹാരാഷ്ട്രീയരാണ്. അതെ, കോൺഗ്രസ് നേതാവാണ് അശോക് ചവാൻ. ഈ മജീദ് മേമൻ ഇപ്പോൾ NCP വിട്ടിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. എങ്കിലും മജീദ് ശരത് പവാറുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണെന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ പ്രശാന്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ അതിന് മറുപടി ആലോചിക്കുകയാണ്. എനിക്ക് ഒരുപക്ഷെ നമുക്ക് ഇതുപോലെ ഒരു പരസ്യവേദിയിൽ നിന്ന് സംസാരിക്കാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ പ്രതിപക്ഷത്തു നിന്ന് 2 നേതാക്കന്മാർ ഇങ്ങനെ അത്ര വലിയ അറിയപ്പെടുന്ന നേതാക്കന്മാരാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. പക്ഷേ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 166 എന്ന് പറയുന്നു, 175 എന്ന് പറയുന്നു. അത്രയും നിരപരാധികളുടെ ഫെയർ ട്രയൽ ഇല്ലായിരുന്നല്ലോ. അവർക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നീതി ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരുടെ നീതിയെക്കുറിച്ചല്ല, ഇപ്പം തഹാവൂർ റാണയുടെക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് സംസാരിക്കാനും ഇന്ത്യയിൽ ആളുണ്ടായി എന്നുള്ളത് അത് വലിയ, ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട വിഷയവും ദുരൂഹതകൾ നിറഞ്ഞതും അന്വേഷണ ഏജൻസികൾ തന്നെ ആ ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കണമെന്നുമാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഈ മുംബൈ ഭീകരാക്രമണങ്ങളുണ്ടായ കാലവും ആ പശ്ചാത്തലവും നോക്കാം. 2008 നവംബറിലാണ് 26/11 എന്നാണ് നമ്മളിപ്പോൾ അതിനെ അറിയപ്പെടുന്നത്. 2008 നവംബർ 26-ാം തീയതിയാണ് ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ സിംഗിൾ ആക്രമണമല്ലായിരുന്നത്. 26-ന് ഇവിടെ വന്ന 10 അംഗ ലഷ്കർ-ഇ-തയ്യബ സംഘം 29 വരെ മുംബൈയുടെ പല ഭാഗത്തും ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരുന്നു. അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ, അതുപോലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ്റാവു ദേശ്മുഖായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവരുടെയൊക്കെ പരിപൂർണ്ണ പരാജയമല്ലായിരുന്നു, രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരിപൂർണ്ണ പരാജയമായിരുന്നു. NIA ഈ സംഭവ സ്ഥലത്ത് എത്തിയതന്നെ 8 മണിക്കൂർ എങ്ങാണ്ട് കഴിഞ്ഞാണ് ആ സമയത്ത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? ഇവർ കടൽ മാർഗമാണല്ലോ ബോംബെയുടെ തീരത്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇവരെ അവിടെ ഇറങ്ങിയിട്ട് അവരെങ്ങനെ ഇവരാക്രമണം നടത്തിയ 10ഓളം കേന്ദ്രങ്ങളിലേക്ക് എങ്ങനെ എത്തി? ആരെത്തിച്ചു? ലോക്കൽ സഹായം ഇല്ലാതെ അവർക്ക് എത്താൻ പറ്റുമോ? അതായത് താജ് ഹോട്ടല്, ഒബ്രോയ് ഹോട്ടല്, ഛത്രപതി ശിവജി ടെർമിനസ്, ഇങ്ങനെയൊക്കെയുള്ള അതിപ്രധാനപ്പെട്ട സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള സ്ഥലത്ത് ഇവർക്ക് എങ്ങനെ നുഴഞ്ഞു കയറാൻ പറ്റി? ആരുടെ പിന്തുണയാണ് അവർക്കുണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടി ഇന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ തഹാവൂർ റാണയെ കൊണ്ടുവരുമ്പോഴുള്ള സെക്യൂരിറ്റി
ആ പിന്നെ പഴുതടച്ച ഒരു സെക്യൂരിറ്റി സംവിധാനം കാണുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും കസബിനെ ജയിലിൽ വെച്ച് കൊല്ലാനായിട്ട് ISI പലതവണ ശ്രമിച്ചിരുന്നു. ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് പിന്നെ അവർക്ക് ഇന്ത്യയിലുള്ള ചില സഹായികൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ ഹൈ സെക്യൂരിറ്റി പ്രസനിൽ കിടക്കുന്ന ഒരാളിനെ എങ്ങനെ കൊല്ലാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒരുപാട് ദുരൂഹതകൾ ഇന്നും അവശേഷിക്കുന്നു. ഇവിടുന്ന് സഹായം കിട്ടിയിരുന്നു, അതിനാണ് തീർച്ചയായിട്ടും സാധ്യത. ഇനി അത് ആരൊക്കെയാണ് സഹായിച്ചത് അത് റാണ പറയണം. ആ റാണ അങ്ങനെ സംസാരിക്കുമോ എന്ന പേടി ഇപ്പോൾ പലരുടെ ഉള്ളിലും അതൊരു ഞെട്ടലായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ? സാധ്യതകളുണ്ട്. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ അന്ന് ഭരിച്ചിരുന്നത് UPA ആണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സർക്കാരാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, മഹാരാഷ്ട്രയിലുള്ള പല നേതാക്കന്മാർക്കും അധോലോക ബന്ധങ്ങളുണ്ടെന്നുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ മുംബൈ ആക്രമണ കാലത്ത് ഇതിന് ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് മുംബൈ ആക്രമണം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്നുള്ള സംശയിക്കാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. അതായത് ഈ മുംബൈ ആക്രമണം നടത്തിയത് അത് ഒരു ഹിന്ദു ഭീകര സംഘടനയാണെന്നും ആ ഹിന്ദു കാരണം ഈ ആക്രമണം നടത്തിയ 10 ലഷ്കർ-ഇ തയ്യബ ഭീകരരും കൊല്ലപ്പെടും എന്നുള്ള ഒരു ധാരണയിലാണ് ഇത്തരം ഒരു കോൺസ്പിറസി തിയറി അവർ സൃഷ്ടിച്ചത്. അജ്മൽ കസബ് എന്ന് പറയുന്ന വ്യക്തി സമീർ ചൗധരി എന്നൊരു വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഈ അജ്മൽ കസബിൻ്റെ പോക്കറ്റിൽ നിന്നും പിന്നീട് പോലീസ് കണ്ടെടുത്തിരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇങ്ങനെ ഒരു വ്യാജ ഐഡൻറ്റിറ്റി അജ്മൽ കസബിന് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ ബാംഗ്ലൂരുകാരനാണെന്നും ഇയാൾക്ക് അങ്ങനെ ഒരു വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ട് ഉടൻ തന്നെ ഇയാളുടെ പിതാവും മാതാവുമാണെന്നും ബന്ധുക്കളുമാണെന്ന് പറയുന്ന ചിലർ ബാംഗ്ലൂരിൽ രംഗത്ത് വരുമായിരുന്നു എന്ന് ഞാനല്ല പറയുന്നത്. മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാകേഷ് മാരിയ അദ്ദേഹം ഇത് പരസ്യമായി പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുണ്ടാക്കുന്ന കെട്ടുകഥകളല്ല, ഇതൊക്കെ തന്നെ ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഈ വാർത്തകളെല്ലാം ലഭ്യമാണ്, ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കീവേഡ് പലർക്കും ഇല്ലാത്തതുകൊണ്ടും പലർക്കും ഓർമ്മയില്ലാത്തതുകൊണ്ടും ആരും ഒരു സംഭവം നടന്നാൽ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആരും ഓർക്കില്ല, മറന്നുപോകും. അങ്ങനെ കെട്ടുകഥകൾക്ക് എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഈ 10 ഭീകരരും കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ഹിന്ദു ഭീകരരാണെന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊരു വ്യാജ ഐഡൻറ്റിറ്റി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്ത് RSSനെ നിരോധിക്കാം എന്നൊരു കണക്കൂട്ടൽ ആർക്കോ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് പെട്ടെന്ന് തഹാവൂർ റാണയെ തിരികെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ അവകാശവാദം, അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായിട്ട് പി ചിദംബരം പെട്ടെന്ന് മുന്നോട്ട് എടുത്തു ചാടിയിട്ടുണ്ട്. പി ചിദംബരം ഈ സംഭവം നടന്നതിന് ശേഷം ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രിയായി. കാരണം ശിവരാജ് പാട്ടീൽ സ്ഥാനം ഒഴിഞ്ഞു. പി ചിദംബരം ഡിസംബറിൽ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റു. 1 കൊല്ലം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതിനുശേഷവും അദ്ദേഹം പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ, അതായത് ധനകാര്യം, ഡിഫൻസ്, ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടായിരുന്ന മന്ത്രിയാണ്. പക്ഷേ അങ്ങനെ എന്താണ് അവർ ചെയ്തത് ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ? അപ്പോൾ ഞങ്ങൾ ഒരു പ്രൊസീജിയർ തുടങ്ങി വെച്ചു, ഞങ്ങൾ NIA ആപ്ലിക്കേഷൻ കൊടുത്തു, അതൊക്കെ അതെ. പക്ഷേ നിങ്ങൾ ഈ 2008 ശേഷം 2014 വരെ UPA അല്ലേ ഭരിച്ചിരുന്നത്? എന്താണ് നിർണായകമായ എന്തെങ്കിലും നീക്കം നടത്തിയിരുന്നു? നിർണായകമായ എന്തെങ്കിലും വിജയങ്ങളുണ്ടായിരുന്നു? ഒരു വിജയവും ഇല്ലായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയിൽ നമ്മൾ മാന്യരെന്ന് കരുതുന്ന രാഷ്ട്രമാകെ ബഹുമാനിക്കുന്ന ഏതൊക്കെയോ നേതാക്കന്മാരുടെ നേരിട്ടുള്ള പങ്കോ അല്ലെങ്കിൽ അവർ കണ്ണടച്ചതോ അങ്ങനെ പരോക്ഷമായിട്ടുള്ള അവരുടെ സഹായമോ ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് ഉള്ള സംശയം അന്വേഷിക്കപ്പെടേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം തഹാവൂർ റാണ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ വന്നപ്പോഴേക്കും അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കാനും ആ വ്യക്തി ഇയാൾക്ക് ഒരു ഫെയർ ട്രയൽ കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിൽ നിന്ന് പതുക്കെ ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങി. നാളെ തഹാവൂർ റാണയ്ക്ക് വേണ്ടി ഇനിയും മെഴുകുതിരി കത്തിച്ചുള്ള പ്രകടനങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ നാളെ നമുക്കിനി പ്രതീക്ഷിക്കാം.
ഒരു ശൃംഖല പോലെ ആദ്യം തന്നെ വിശ്വാസ്യത തകർക്കുക, ഇയാളല്ല മുഖ്യപ്രതി എന്ന് പറയുക, കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക, വിചാരണ ശരിയല്ലെന്ന് പറയുക, സർക്കാരിനെ കുറ്റപ്പെടുത്തുക. അങ്ങനെ ഒരു അതിനിഗൂഢമായ പദ്ധതി ഇതിൻ്റെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും ജാഗരൂകരായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.